മുമ്പ് ഇഷ്ടപ്പെടാത്ത പലതിനോടും ഇന്ന് നമുക്കൊരിഷ്ടം തോന്നും. അത് ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചല്ലേ. അങ്ങനെ ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ സോയാ ചങ്ക്സ് റോസ്റ്റ്. നിങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ടില്ലേ ഇതെന്താ എല്ലാ കറികൾക്കും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി സെയിം അല്ലേന്ന്? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പൊടികൾ സെയിം ആണെങ്കിലും കൈപുണ്യത്തിലെ കാര്യം അതല്ലേ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കണ്ടേ. പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ജീരകമാണ് ഇടുന്നത്, കറിവേപ്പില, ചതച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒരു സവോളയും തക്കാളിയും പേസ്റ്റ് ആക്കിയതും കൂടെ ഇടുന്നത്. ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചമണം മാറി അതിൽ നിന്ന് എണ്ണ തെളിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ഇടേണ്ടത്. സെയിം അത് തന്നെ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സോയാ ചങ്ക്സ് ഇടുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ സോയാ ചങ്ക്സ് ഇട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് ആണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോഴാണ് അതിലൊരു കുത്തലുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത്. കൂട്ടത്തിൽ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാര്യം സിമ്പിളല്ലേ, തിളയ്ക്കുക. നല്ലതുപോലെ തിളച്ച് വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വരട്ടി എടുത്താൽ നമ്മുടെ അടിപൊളി സോയാ ചങ്ക്സ് റെഡിയായേ.